പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുകയാണ്. ഓരോ ദിവസവുമുള്ള ദൈവിക സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറെ അനുഗ്രഹവും ആശ്വാസവും വിടുതലും ആകട്ടെ എന്ന് ആത്മാർത്ഥമായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണ്, അത് അത്ഭുതമാണ്. ഓരോ ദിവസവും കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ. ജീവിതത്തിൽ നിരാശകൾ വരുമ്പോൾ ഭാരപ്പെടരുത്. പരീക്ഷകൾ വരുമ്പോൾ തകർന്നു പോകരുത്. ചില പരീക്ഷകൾ നമ്മളെ തകർക്കാനല്ല, ചില പരീക്ഷകൾ നമ്മളെ വിജയത്തിൽ കൊണ്ടെത്തിക്കാനാണ്. പരീക്ഷ എഴുതുന്ന ഒരു കുട്ടിയാണ് ജയിക്കുന്നത്. പരീക്ഷ കഠിനമായിരിക്കാം, പക്ഷെ റിസൾട്ട് വലുതാണ്. കാഠിന്യമേറിയ പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വിദ്യാർത്ഥി നല്ല റിസൾട്ട് വാങ്ങിക്കുമ്പോൾ അവനുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്, ഒരു സമാധാനം, ഒരു ആശ്വാസം. അതൊരു ക്രിസ്തീയ ദൈവവേദനയുടെ ജീവിതത്തിലും എന്നും അതൊരാശ്വാസവും സന്തോഷവും മുതൽക്കൂട്ടുമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1-ാമത്തെ വാക്യമാണ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. 22-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച ഒരു ഭാഗമാണ് കാണുന്നത്. അബ്രഹാമിനോട് ദൈവം പറയുക, നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ തന്നെ ഞാൻ കാണിപ്പാനിരിക്കുന്ന മോറിയ മലയിൽ കൊണ്ടുപോയി യാഗമർപ്പിക്കുക. ഞാൻ കാണിപ്പാനിരിക്കുന്ന മലയിൽ യാഗമർപ്പിക്കുക, ഹോമയാഗമർപ്പിക്കുക. എന്തൊരു പരീക്ഷണമല്ലേ! ഹോമയാഗം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഭസ്മമാകേണ്ട യാഗമാണ്, മാംസം വേകേണ്ട യാഗമാണ്, മുറിക്കേണ്ട യാഗമാണ്, രക്തം ചൊരിയേണ്ട യാഗമാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു നോക്കിക്കേ. നീ സ്നേഹിക്കുന്ന നിന്റെ മകനായ ഇസഹാക്കിനെ തന്നെ എന്നാ പറയുന്നത്. ഇസ്മായേൽ എന്ന് പറയുന്ന ഒരു മകൻ അവിടെ ഉണ്ട്. അതുകൊണ്ട് അബ്രഹാം ഇസ്മായേലിനെ കൊണ്ടുപോയി യാഗം കഴിക്കാതിരിക്കാനാണ് ദൈവം എടുത്തു പറഞ്ഞത് ഇസഹാക്കിനെ തന്നെ എന്ന് പറയുന്നത്. ഇസഹാക്കിനെ യാഗമർപ്പിക്കുവാൻ അബ്രഹാം ചോദിക്കുമ്പോൾ യഹോവയായ ദൈവം തന്നെ പരീക്ഷിക്കുന്ന പരീക്ഷണത്തിൽ അബ്രഹാം തകർന്നു പോവുകയല്ല, പകരം ദൈവത്തിൽ അവൻ കടന്നു വിശ്വസിക്കുകയാണ്. ഇതേപോണക്കൊരു പരീക്ഷ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും? എന്നോടോ നിങ്ങളോടോ ദൈവം പറയുക, ഇതേപോണക്കൊരു സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി കുരുതി കഴിക്കുക അല്ലെങ്കിൽ കൊന്നുകളയുക എന്ന് ദൈവം പറയുവാണെന്ന് ചിന്തിക്കുക. പറഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ എടുക്കും? ഇവിടെ അബ്രഹാം ഒരു മനുഷ്യനല്ലേ, ഒരപ്പൻ്റെ ഹൃദയമുള്ളവനാണ് അബ്രഹാം. ആ അബ്രഹാമിനോടാണ് ഇവിടെ ദൈവം പറയുന്നത്, മകനെ കൊണ്ടുപോയി യാഗമർപ്പിക്കാൻ. പക്ഷെ വേദപുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, നമ്മുടെ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല, ദോഷം കൂടാതെ നമ്മെ പരീക്ഷിക്കുന്നവൻ. പരീക്ഷിക്കും, ദൈവം പരീക്ഷിക്കും, നമ്മുടെ ജീവിതത്തെ പരീക്ഷിക്കും, നിങ്ങളുടെ കുടുംബത്തെ പരീക്ഷിക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ ജോലി മണ്ഡലങ്ങളെ പരീക്ഷിക്കും, നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലങ്ങളെ ദൈവം പരീക്ഷിക്കും. പാർക്കുന്ന വീടിനോട് ചെയ്യുന്ന പ്രവൃത്തിയെ ദൈവം ചിലപ്പോൾ പരീക്ഷിച്ചെന്നിരിക്കാം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന കരുതുന്ന വ്യക്തികളെ ദൈവം പരീക്ഷിച്ചെന്നിരിക്കാം. അത് ദൈവത്തിൻ്റെ ഒരു പ്ലാനാണ്. എന്നാൽ ആ പരീക്ഷയ്ക്കകത്ത് നമ്മളെ ദൈവം ഒരിക്കലും തകർത്ത് കളയുകയില്ല. ഇയ്യോബിനെ ദൈവം പരീക്ഷിച്ചു. ഇയ്യോബിനെ സാത്താൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. സാത്താൻ അവനെ പരീക്ഷിച്ചു. ദൈവം അനുവദിച്ചിട്ടാണ് സാത്താനെ പരീക്ഷിച്ചത്.
തൻ്റെ ഉള്ളംകാലം മുതൽ നെറുക വരെ പുഴുക്കൾ കയറിയിറങ്ങി. കുഞ്ഞുങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ തള്ളിപ്പറഞ്ഞു. സമ്പത്തെല്ലാം തീർന്നു. ദാസിദാസന്മാരെല്ലാം ചത്തുപോയി. ആ സാഹചര്യത്തിലും ഇയ്യോബ് ദൈവത്തിൽ വിശ്വസിച്ചു ഉറച്ചു നിന്നു. ദൈവത്തിൽ നിന്ന് അകന്നുപോയില്ല. ദൈവത്തിൽ ആശ്രയം വെച്ചു. അങ്ങനെ ദൈവത്തിൽ ആശ്രയം വെച്ച, ദൈവത്തിൽ ഉറച്ചു നിന്ന ഇസഹാക്കിനെ ദൈവം ആദരിക്കുക ചെയ്തത്. എങ്ങനെയാണ് ഇയ്യോബിനെ ആദരിച്ചത്? എങ്ങനെയാണ് ഇസഹാക്കിനെ ആദരിച്ചത്? ചിന്തിക്കേണ്ട കാര്യമാണ്. ഇയ്യോബിന് നഷ്ടപ്പെട്ടു പോയതെല്ലാം ദൈവം തിരികെ കൊടുത്തു. അബ്രഹാമിന് നഷ്ടപ്പെട്ടു പോകും എന്ന് കരുതിയ ഇസഹാക്കിനെയും ദൈവം എന്ത് ചെയ്തു? തിരികെ കൊടുത്തു. അപ്പൊ തിരികെ കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം, നശിപ്പിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നാശത്തിന്റെ ദൈവമല്ല. നാശം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല നമ്മുടെ ദൈവം. വചനം പറയുന്നു, ഞാൻ സമൃദ്ധിയായ ജീവൻ തരാൻ വരുന്നു, കള്ളൻ അറുക്കുവാനും മുടിക്കുവാനും വരുന്നു. എന്നാൽ സമൃദ്ധിയായ ജീവൻ തരാൻ വരുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവം പരീക്ഷിക്കുന്നെങ്കിൽ ആ പരീക്ഷ ദോഷത്തിനല്ല, തകർച്ചയ്ക്കല്ല, നാം മുടിഞ്ഞു പോകാനല്ല. അതിന് ഉപരിയായി ദൈവത്തിൽ നാം ആശ്രയം വെക്കേണ്ടതിനാണ്, ദൈവത്തിൽ നമ്മൾ ഉറയ്ക്കേണ്ടതിനാണ്. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു. അബ്രഹാമിന് ദൈവത്തെ വിശ്വാസമായിരുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നത് ആശയ്ക്ക് വിപരീതമായി ആശയോടെ വിശ്വസിക്കുന്നത്, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്നു എന്ന് ദൈവത്തിൽ വിശ്വാസമുള്ളവനായിരുന്നു അബ്രഹാം. ആ അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് നിന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ വന്ന പരീക്ഷകളെ അബ്രഹാം നേരിടുകയാണ്. എനിക്കവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, തൻ്റെ യാത്രയിൽ, യാഗത്തിന് വേണ്ടിയുള്ള യാത്രയിൽ കത്തിയുണ്ട്, തീയുണ്ട്, വിറകുണ്ട്, യാഗവസ്തുവായ കുഞ്ഞ് തൻ്റെ കൂടെയുണ്ട്, ദാസിദാസന്മാരുണ്ട്. മോറിയ മലയിൽ കാണിപ്പാനിരിക്കുന്ന ദേശം കണ്ടപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ദേശം കണ്ടേ. 3 ദിവസം നടന്നു പോയി അവിടെ വരെ. യാഗം കഴിക്കേണ്ട സ്ഥലം കണ്ടപ്പോൾ അബ്രഹാം ബാല്യക്കാട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാമെന്നാണ്. നോക്കിക്കേ, എങ്ങനെയാണ് അബ്രഹാം പറയുന്നത്? ഞാനും എൻ്റെ മകനും കൂടെ യാഗം കഴിച്ച് ഞങ്ങൾ മടങ്ങി വരാം. വാസ്തവത്തിൽ അബ്രഹാം എന്തിനാ പോകുന്നേ? തൻ്റെ കൂടെയുള്ള കുഞ്ഞിനെ യാഗം കഴിക്കാനല്ലേ. അപ്പോൾ ഒരിക്കലും ആ കുഞ്ഞ് തിരിച്ചു വരത്തില്ലെന്നല്ലേ അബ്രഹാമിന് അറിയേണ്ടത്. പക്ഷെ അബ്രഹാം വിശ്വാസത്തിൻ്റെ വാക്ക് അവിടെ ഉറപ്പിക്കുകയാണ്. ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്ക് ഡിക്ലെയർ ചെയ്യും. നെഗറ്റീവ്, തകർച്ചയുടെ വാക്ക്, പരാജയത്തിൻ്റെ വാക്ക് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ. ചിലർ വാ തുറന്നാൽ അത് മാത്രമേ പറയത്തുള്ളൂ. വിശ്വാസത്തിൻ്റെ ഒരു വാക്കിൻ്റെ കണിക പോലും ഉച്ചരിക്കുകയില്ല. അവർ ദൈവത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുകയില്ല. അവർ പുറപുറത്തുകൊണ്ട് പരീക്ഷണത്തിൽ തകർന്ന് തരിപ്പണമായ ജീവിതം നയിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് രാവിലെ ഈ ഗ്രേസ് ടിവിയുടെ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാവി പറയുകയാണ്, നിങ്ങളുടെ വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം നിങ്ങൾ വർദ്ധിപ്പിക്കുക. കാരണം നമ്മുടെ ദൈവം ദോഷങ്ങൾ ചെയ്യുന്നവനല്ല. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നാണ്. പരീക്ഷിച്ചു. നമ്മളെയും ചില സമയങ്ങളിൽ നമ്മുടെ ദൈവം പരീക്ഷിക്കും. നല്ല ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കുഴപ്പമില്ല, നല്ല സാലറിയൊക്കെ വാങ്ങിച്ച് 1-2 ഷിഫ്റ്റൊക്കെ ചെയ്ത് നന്നായിട്ട് ജീവിക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുക, സാമ്പത്തികം കിട്ടാതെ വരിക, ശമ്പളം കിട്ടാതെ വരിക, ഞെരുക്കം വരിക, കടം വരിക, ഇതൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോണം, ദൈവം നമ്മളെ ചിലപ്പോൾ പരീക്ഷിച്ചതായിരിക്കാം. ദൈവം നമ്മളെ പരീക്ഷിച്ചതാണെങ്കിൽ വചനത്തിൽ വാക്യമുണ്ട്, തൻ്റെ പരീക്ഷയ്ക്ക് നീക്കുപോക്കുകളുണ്ട്. നീക്കുപോക്കില്ലാത്ത കാര്യം തമ്പുരാന്റെ പക്കലില്ല. നാം എന്തിനാണ് പരീക്ഷിക്കപ്പെടുത്തും തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും കരയുവാനും ഞാനും നീയും തയ്യാറാണെങ്കിൽ, ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ആത്മാവി പറയാം, നിങ്ങൾ ഈ പരീക്ഷയിൽ തകർന്നു പോകുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ എടുത്തു പറയട്ടെ, ഈ പരീക്ഷയിൽ നിങ്ങൾ തകർന്നു പോകില്ല. നിങ്ങൾ തീർന്നു, നിങ്ങൾ ഇനി എഴുന്നേൽക്കില്ല, ഇനിയൊരു ഉയർച്ചയില്ല, ഇനിയൊരു മുന്നേറ്റം വരത്തില്ല, ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നന്മ വെളിപ്പെടുകയില്ല എന്ന് പിശാച് നിങ്ങളെ നോക്കി പറയുമ്പോൾ, ഞാൻ ഇന്ന് രാവിലെ ആത്മകണ്ണുകൊണ്ട് നിങ്ങളെ പ്രവചിക്കുകയാണ്, നിങ്ങൾ തകർന്നു പോകില്ല,
ഈ പരീക്ഷ നഷ്ടത്തിനല്ല, തകർച്ചയ്ക്കല്ല, മരണത്തിനല്ല. അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച് നോക്കിയതാണ്. ദൈവത്തെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് അബ്രഹാമിനെ പരീക്ഷിച്ചതാണ്. അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നു. തൻ്റെ പരീക്ഷയിൽ തൻ്റെ കുഞ്ഞിനെ കൊടുക്കുവാൻ താൻ മടിച്ചില്ല. അതുകൊണ്ട് തക്ക സമയമായപ്പോൾ അബ്രഹാമിൻ്റെ സന്തതിക്ക് വേണ്ടി ഒരാട്ടുംകുട്ടിയെ ദൈവം കരുതി വെച്ചു. ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്ക് നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് വേണ്ടി കരുതി വെക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ ക്ഷീണിക്കുമ്പോൾ, നിങ്ങൾ തകർന്നു എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി തരുവാനും കരുതുവാനും ഒരു ദൈവമുണ്ട്. ആ ദൈവം നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. ആ ദൈവം ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കുകയില്ല. ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ട ദൈവത്തിൻ്റെ ആത്മീയ വചനങ്ങളും ശക്തിയും ഭൗതിക നന്മകളും ദൈവം നിങ്ങൾക്ക് നൽകി. നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യുന്ന ദൈവ സ്വർഗത്തിലുണ്ട് എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആത്മാവി ഞാൻ പറയാം, ഈ പരീക്ഷ നഷ്ടത്തിനല്ല. ഒരുപക്ഷെ നിങ്ങൾ ഏത് പരീക്ഷയിൽ കൂടെ കടന്നു പോകുന്നത്? ജോലി നഷ്ടപ്പെട്ട പരീക്ഷയാണ്, ശരീരത്തിൽ രോഗങ്ങളുള്ള അവസ്ഥയാണ്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിലുള്ള മങ്ങലുകളും പരാജയങ്ങളുമാണോ? കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ പലതും നിന്റെ മുമ്പിൽ വെല്ലുവിളിയായി നിൽക്കുകയാണോ? ഈ പരീക്ഷയിൽ നിങ്ങൾ തകർന്നു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കാതെ തക്ക സമയത്ത് നിങ്ങൾക്ക് വേണ്ടതെല്ലാം കരുതി നിങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും ദൈവം ഏറ്റെടുത്ത് ദൈവം നിങ്ങളെ ആദരിക്കുകയും മാനിക്കുകയും ചെയ്യും എന്ന് മറക്കരുത്. നിങ്ങളുടെ ഈ കണ്ണുനീരിൻ്റെ വ്യത്യാസം വരും. നിങ്ങളുടെ ഈ ജോലിയിലെ ഭാരങ്ങൾ, ഭർത്താവിൻ്റെ കടം, കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനുള്ള തടസ്സങ്ങൾ, ജീവിതത്തിൽ വിശാലത അനുഭവിക്കാൻ കഴിയാത്ത മേഖലകൾ, എങ്ങനെ മുമ്പോട്ട് പോകും എന്നറിയാൻ കഴിയാത്ത ഭാരപ്പെടുന്ന ക്വസ്റ്റ്യൻ മാർക്കുള്ള ജീവിതം, നിങ്ങളുടെ ജീവിതത്തിൽ അബ്രഹാമിനെ പോലെ ഇപ്പോൾ നിങ്ങൾ പരീക്ഷിക്കപ്പെടുന്ന, ഞെരുങ്ങുന്ന, ഹൃദയം പൊട്ടുന്ന സാഹചര്യത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കുവാൻ അബ്രഹാമിൻ്റെ വിഷയത്തിൻ്റെ മേൽ ദൈവം പ്രവർത്തിച്ച് ഒരാട്ടുംകുട്ടിയെ കരുതി തൻ്റെ മകനെ ജീവനിലേക്ക് മടക്കി വരുത്തിയ ദൈവം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ചിലതും തന്ന് കരുതി മടക്കി വരുത്തുന്ന, ജീവനിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് നിങ്ങളെ മടക്കി വരുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് എന്ന് ഇന്ന് രാവിലെ ഞാൻ ദൂത് കൈമാറുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ദൂത് പറയട്ടെ, നിങ്ങൾ തകർന്നു പോകില്ല, നിങ്ങൾ മുടിഞ്ഞു പോകില്ല, നിങ്ങൾ അനാഥരായി മാറുകയില്ല, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രമായി തീരുകയില്ല. നിങ്ങളുടെ ജീവിതം ഒരു പുതിയ വഴിത്താരയിലേക്ക് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നത് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. അങ്ങനെയെങ്കിൽ അബ്രഹാമിനെ പരീക്ഷിച്ച ദൈവം തൻ്റെ നഷ്ടങ്ങളെ ലാഭമാക്കി കൊടുത്ത് തൻ്റെ മകന് ജീവൻ കൊടുത്ത് തിരികെ അപ്പൻ്റെ കൂടെ ആ മലയിൽ നിന്നും ആരോഗ്യത്തോടെ തിരിച്ചയച്ചെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും ആരോഗ്യപരമായ ചില വിടുതലുകൾ, നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ചില വിടുതലുകൾ, പരീക്ഷയിൽ നിങ്ങൾക്ക് റിസൾട്ട് തരുന്ന ഒരു ജീവിതാനുഭവം ഇന്ന് രാവിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ടെന്ന് ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ഭക്തന്മാരെ പലരെയും ദൈവം പരീക്ഷിച്ചിട്ടുണ്ട്. ആ പരീക്ഷണങ്ങളൊന്നും ഭക്തന്മാർ തകർന്നു പോയിട്ടില്ല. കാരണം അവരുടെ കഴിവോ മിടുക്കോ സാമർഥ്യമോ അല്ല, ദൈവത്തിൻ്റെ കരുതലാണ്. ഒരു വശത്തൂടെ അവരെ പരീക്ഷിക്കുമ്പോൾ മറുവശത്തൂടെ ദൈവം അവരെ താങ്ങുകയാണ്. അവർ നിലംപരിചയാകുവാൻ ദൈവം അനുവദിക്കുകയില്ല. നാൾ തോറും അവരെ ആശ്വസിപ്പിക്കുന്ന, കൈക്ക് പിടിക്കുന്ന, സഹായിക്കുന്ന ദൈവത്തിൻ്റെ കരുതൽ എന്നും ആ തൻ്റെ അബ്രഹാമിൻ്റെ കൂടെ നിന്നതുപോലെ നിങ്ങളോടുകൂടെ ഇരിക്കുമെന്ന് ഞാൻ ഇന്ന് രാവിലെ പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ഈ പരീക്ഷയിൽ നിങ്ങൾ വിജയിക്കും. ഒരു 100% മാർക്കോടുകൂടെ നിങ്ങൾ ജയിക്കും. നിങ്ങൾ ക്ഷണിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പരീക്ഷയിൽ ജയം തരുന്ന ഒരു ദൈവം. പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളോട് പറഞ്ഞ നല്ല വചനത്തിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ പരീക്ഷിച്ചാലും തകർച്ച കേൾപ്പിച്ചു കൊടുക്കില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞ ഈ ശക്തമായ ദൈവിക ദൂതിനായി സ്തോത്രം. ഞങ്ങളെ പരീക്ഷിക്കുമ്പോഴും ഞങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട് എന്ന്, പ്ലാൻ ഉണ്ട് എന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി സ്തോത്രം. ഈ സന്ദേശം കേട്ട ഈ ജനത്തെ അപ്പച്ചൻ്റെ കൈ തരികയാണ്. ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജീവിതത്തിൽ
വലുതും സഫലവുമായ വാതിലുകൾ ദൈവം തുറന്നു കൊടുക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞവരായി, കെട്ടുകൾ അഴിഞ്ഞവരായി, രോഗശാന്തി ഉള്ളവരായി ഇവർ അനുഗ്രഹിക്കപ്പെടാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് രാവിലെ ഗ്രേസ് ടിവിയുടെ സകല പ്രേക്ഷകരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരിന്ന് കടന്നു പോകുന്ന യാത്രയിൽ, ജോലിയിൽ, ഇവർ ഓടിക്കുന്ന വാഹനത്തിൽ, ഇവരിയ്ക്കുന്ന ഭവനത്തിൽ, ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, ഇവരുടെ ശുശ്രൂഷ മേഖലകളിൽ, ഇവരുടെ കുഞ്ഞുങ്ങളിൽ, അവരുടെ വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ അനുഗ്രഹങ്ങളും ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ വിശ്വസിക്കുക. ദൈവം വലിയ അത്ഭുതം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. പരീക്ഷയിൽ നിങ്ങൾ തകർന്നു പോകരുത്, തളർന്നു പോകരുത്. കർത്താവ് നിങ്ങളുടെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഈ പരീക്ഷ തകർച്ചയ്ക്കല്ല, ഒരു ഉയർച്ച നിങ്ങൾക്ക് തരാൻ പോകുന്നു. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ, ഗ്രേസ് മിഷൻ സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ. എല്ലാ ബുധനാഴ്ചയും പകൽ 11 മണി മുതൽ 1:30 വരെ നടക്കുന്ന ശുശ്രൂഷയിൽ പാസ്റ്റർ റെനി ഇടപ്പറമ്പിൽ ശുശ്രൂഷിക്കുന്നു. വെണ്ണിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടാൻ കഴിയാതെ ആത്മനിറവിലുള്ള ആരാധന, പ്രവചന നിറവിലുള്ള ശുശ്രൂഷ, ആഴമായ ദൈവവചനം. യേശുക്രിസ്തു നിങ്ങളുടെ കണ്ണുനീർ തുടച്ചു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഓരോ ദിവസവും ഗ്രേസ് ടിവിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ 7559068791. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.